അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് ഹിജ്റ വന്നപ്പോൾ ആദ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒട്ടകം കാൽമുട്ടിയ സ്ഥലത്താണ് ഈ ഒരു മസ്ജിദുൽ ഖുബ എന്ന് പറഞ്ഞ ഒരു പള്ളി സ്ഥിതി ചെയ്യുന്നത്. ആ കാണുന്ന മല കണ്ടോ ദൂരത്തായിട്ട്? ആ കാണുന്ന മലയാണ് ഹൈർ എന്ന് പറയുന്ന മല. ആ മലയുടെ വലത്ത് ഭാഗത്തോട്ട് നേരെ നടന്നിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരെ മദീനയിലേക്ക് വന്നത് കേട്ടോ. അപ്പോൾ നബി സല്ലല്ലാഹു ആദ്യമായി താമസിച്ച വീടാണ് ഈ ഒരു ഈത്തപ്പായ തോട്ടത്തിന്റെ ഈ ഒരു ഏരിയയിൽ വരുന്നത്. ഈ ഒരു വീട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 3 ദിവസം താമസിച്ചു, 4 ദിവസം താമസിച്ചു, പല അഭിപ്രായങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു വീട്ടിൽ താമസിച്ചുകൊണ്ടാണ് ഈ ഒരു മസ്ജിദുൽ ഖുബ എന്ന് പറയുന്ന ഈ ഒരു പള്ളിക്ക് തറക്കല്ല് കിട്ടുക കേട്ടോ. അപ്പോൾ ഇതിന്റെ വിശാലമായ ചരിത്രങ്ങൾ മസ്ജിദുൽ ഖുബയിൽ 2 റക്അത്ത് നിസ്കരിച്ച ഒരു ഉംറ ചെയ്ത കൂലിയൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് മസ്ജിദുൽ ഖുബ എന്ന് പറയുന്നത്. മദീന പള്ളിയിൽ നിന്ന് 4 കിലോമീറ്റർ ദൂരം സ്ഥിതി ചെയ്യുന്ന ഈ ഒരു മസ്ജിദുൽ ഖുബയിൽ പള്ളിക്ക് ചരിത്രമുള്ളത്. അപ്പോൾ ഈ ഒരു മസ്ജിദുൽ ഖുബയുടെ ചരിത്രങ്ങളും കാഴ്ചകളും ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും മദീനയിലേക്ക് പ്രവേശിച്ചില്ല. അന്നത്തെ മദീനയിലെ പ്രസിദ്ധ ഗോത്രമായ ബനി അംർ ബിൻ ഔഫ് ഗോത്രക്കാരുടെ താമസ സ്ഥലത്തായിരുന്നു താമസിച്ചിരുന്നത്. അന്നത്തെ ഗോത്രത്തലവനായ കുൽത്തും ബിൻ അൽഹിദും റളിയല്ലാഹു അൻഹുവിന്റെ വീടായിരുന്നു ഈ ഒരു ഈത്തപ്പായം നിൽക്കുന്ന സ്ഥലത്തുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉൾപ്പെടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു, അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു തുടങ്ങിയ സ്വഹാബത്തും ഈ ഒരു വീട്ടിലാണ് താമസിച്ചിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ശനിയാഴ്ചയും ഇവിടെ വന്ന് 2 റക്അത്ത് നിസ്കരിക്കുകയും എല്ലാവരും നിസ്കരിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഇവിടെ നിന്ന് 2 റക്അത്ത് ഒരു ഉംറയുടെ പ്രതിഫലമാണ് ലഭിക്കുക എന്ന് മദീനക്കാരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ ഒരു പള്ളിയുടെ ചരിത്രം ഇവിടെ തുടങ്ങുന്നത്. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. തൽക്കാലം